നല്ല അടിപൊളി ലൈനേജ് അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. നല്ല കറക്റ്റ് അടിപൊളി നാടനാണ്. അധികമൊന്നും പ്രായമില്ലാത്ത നല്ല അറുപതാം ടൈപ്പിലുള്ള ചെറിയ കോഴിയാണ്. നല്ല നാടൻ രീതിയിൽ തന്നെ കണ്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ട് നോക്കണേ. കുഞ്ഞുങ്ങൾക്ക് പുല്ലിങ്ങനെ കൊത്തി കൊടുക്കുക ചെയ്യുന്നത്. അതുപോലെയുള്ള തനി നാടൻ ടീമുകളാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ലൈനേജ് ടീമാണ്. കുഞ്ഞുങ്ങളെല്ലാം ഇതിൻ്റെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. നല്ല ഉഷാറ് കുഞ്ഞുങ്ങളാണ്, നല്ല ആക്റ്റീവാണ്. ഏകദേശം 4 ദിവസമായപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഉഷാറായിട്ട് ഒരു ഫുഡിൻ്റെ എന്തോ നിമിഷം അവിടെ ഉണ്ടായപ്പോൾ അതെടുത്തുകൊണ്ട് കൊത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും കറക്റ്റായിട്ട് നോക്കണ അമ്മക്കോഴികളാണ് കൂടുതലും വരുന്നത്. കൂടുതലും നല്ല മൊത്തത്തിൽ അങ്ങനത്തെ കറക്റ്റായിട്ടുള്ള കൊടുക്കണുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നോക്കണേ. ഇതൊക്കെ അറിഞ്ഞാൽ പാറി കാക്ക മറ്റുള്ള ജീവികളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ പാറി എതിർക്കും. അത്രയും അടിപൊളിയായിട്ടുള്ള കോഴിയാണ്. നമ്മളെ കയ്യിൽ നിന്ന് തന്നെ കൊത്തി തിന്നണുണ്ടല്ലേ ഫുഡൊക്കെ. ഇത് സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകരയാണ് സ്ഥലം. കാരണം വീണ്ടും വീണ്ടും ആൾക്കാർ നമ്മളെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് അറിഞ്ഞിട്ട് തന്നെ സ്ഥലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്. പിന്നെ ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കും. എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട്. 300 രൂപയാണ് ഒരു ബോക്സിന് ചാർജ് വരുന്നത്. പിന്നെ ഒരു ബോക്സ് ആയാലും 2 ബോക്സ് ആയാലും 300 അല്ല എന്നുള്ളൊരു ചിലവർ ധാരണ ഉണ്ട്. തെറ്റാണ്. ഒരു ബോക്സിനാണ് ചാർജ് വരുന്നത്. കാരണം ഡെലിവറി ചെയ്യണ നമ്മളല്ല, നമ്മളെ സ്വന്തം വണ്ടിയല്ല. കുറേ ആൾക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഇത് ഡെലിവറിക്കായിട്ടുള്ള ടീമുണ്ട്, അവരുടെ അടുത്ത് നമ്മൾ കയറ്റി വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അമ്മക്കോഴി കുഞ്ഞുങ്ങളാകുമ്പോൾ ഒരു ബോക്സിൽ ഒരു സെറ്റ് മാത്രമേ വിടാൻ പറ്റുള്ളൂ. 2 സെറ്റാണെങ്കിൽ അമ്മക്കോഴികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ബാക്കി ഉണ്ടാവില്ല. നമ്മൾ ലോങ്ങൊക്കെ ഉണ്ടെന്നുണ്ടേ, ലോങ് എന്നല്ല എത്ര ആയാലും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം വരും. അതുകൊണ്ട് ഒരു ബോക്സിൽ ഒരു സെറ്റ് മാത്രമേ അയക്കുള്ളൂ. അപ്പോൾ ഒരു ചാർജാണ് വരുന്നത്. പിന്നെ നമ്മൾ വലിയ ബോക്സിലൊക്കെ സെറ്റാക്കിയിട്ട് ആലോചിക്കേണ്ടി റിസ്ക് എടുത്ത് ചെയ്യേണ്ടി വരും. ഒരു ബോക്സിൽ കൂടുതലായിട്ട് നമ്മൾ ഒരു സെറ്റ് മാത്രമേ അയക്കലുള്ളൂ. കാരണം ബോക്സ് വലിപ്പം കൂടിയാലൊക്കെ പ്രശ്നമാണ്. പിന്നെ 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഉള്ളിലാണ് പറഞ്ഞ് ഇന്നലെ മിനിയാന്നൊക്കെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് എത്തിച്ചേരണം, വീട്ടിലാരും ഇല്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നമ്മൾ ഫുഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ അത് ഡെലിവറി ടീമാകുമ്പോൾ പോലെ ചെയ്യൂല. കാരണം നമുക്ക് അല്ലാതെ തന്നെ ഒരുപാട് ബോക്സ് കാറ്റിൽ ഇറക്കലാകുമ്പോൾ ഒരുപാട് ടൈം പോകുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം എത്തുമ്പോഴത്തേന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടായാലും അത്രയും ടൈം വൈകും. അതുകൊണ്ട് പോലെ അങ്ങനെ പോകണില്ല. അപ്പോൾ ഹൈവേ മാത്രമേ തരുള്ളൂ. ഇപ്പോൾ ഇടുക്കി ഭാഗത്തുള്ളവരൊക്കെ അതിനനുസരിച്ചുള്ള ഹൈവേയിൽ എവിടെയാണോ അവിടെ വന്ന് വാങ്ങുക ചെയ്യുന്നത്. ആ ഡെലിവറി ചാർജ് കൊടുക്കണമുണ്ട്. പിന്നെ ക്യാഷ് ആദ്യം അടച്ചാൽ മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല പല പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ആ സിസ്റ്റത്തിൽ മാത്രമേ പോകണുള്ളൂ. ആദ്യമൊക്കെ നമ്മൾ അഡ്വാൻസ് വാങ്ങിയിട്ട് അങ്ങനെ ഓരോന്ന് ചെയ്യലുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഇന്നലെ നമ്മൾ പാറശാലയിലേക്ക് അയച്ചിട്ട് ഒരുപാട് വൈകിന്. ചില ദിവസങ്ങളിൽ അങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ ആൾ എടുത്തില്ലെങ്കിൽ നമുക്ക് ബാധിക്കും. കാരണം ഒരു ഡെലിവറി ടീമിനെ അവിടെ പിന്നെ തിരിച്ചു കൊണ്ടുവരലൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് സഹകരിച്ചാണ്ട് നമ്മളെ വീഡിയോ ഒക്കെ കാണുക. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ കാണാൻ പറ്റും. അതനുസരിച്ച് നോക്കിയിട്ട് ക്യാഷ് അടച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആവശ്യക്കാർ മാത്രം നമ്മളെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഇനി കോൾ ചെയ്താലും കുഴപ്പമില്ല. വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് വീഡിയോ ഇട്ടുതരാൻ പറ്റും. ഓക്കെ, അതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ്. ലൈനേജ് മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജാണെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ നല്ല നല്ല സെറ്റ് വരും.